ഹലോ ഗെയ്സ്, നിങ്ങൾക്ക് ഫുൾ എപ്പിസോഡ് കിട്ടാൻ പ്രാർത്ഥിക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് വൈ ഇറ്റലി ഇൻ റെനസൻസ് ഇറ്റലി ചാപ്റ്റേഴ്സ് ചോദിക്കാം. ഹ്യൂമാനിസം റെനസൻസ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. പിന്നെ ഹിസ്റ്റോറിയൻസിന് 2 മാർക്ക് വയ്ക്കാം. റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷനുള്ള ചാൻസസ് കൂടുതലാണ്, അത് പഠിച്ചു വെച്ചേക്കും. പിന്നെ അടുത്ത ചാപ്റ്റർ സെക്കൻഡ് സ്റ്റേറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്, തേർഡ് സ്റ്റേറ്റ് എന്നിവ ചോദിക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം പഠിക്കൂ, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നല്ലോണം പഠിച്ചു വെച്ചേക്കൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യന് കണ്ടിരിക്കും, ഇതല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ക്വസ്റ്റ്യന് കണ്ടിരിക്കും. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതല്ലെങ്കിൽ അടുത്ത ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പഠിച്ചു വെച്ചേക്കും, 2 മാർക്കിന് ചോദിക്കാം. ഇതും പഠിച്ചു വെച്ചേക്കും. അല്ലെങ്കിൽ വേറെ എങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് അവ എന്തിനു കൊണ്ടിൻ്റെ കാരണം എന്നൊക്കെ ചോദിക്കാം. ഇതല്ലെങ്കിൽ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചാപ്റ്ററിൽ ഇത് മർച്ചൻസ് ക്യാപിറ്റൽസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത. നെഗറ്റീവ്സ് ആയിരിക്കും അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഫസ്റ്റ് വേർഡ് സെക്കൻഡ് വേർഡ് നല്ലോണം പഠിച്ചു വെച്ചേക്കും. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെച്ചേക്കും. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ചോദിക്കും, രണ്ടിൻ്റെ ഡിഫറൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഫേക്ക് ന്യൂസിലുള്ള ചോദിക്കാം. അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ലിറ്ററസിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അടുത്ത എസ് ആണ് ചോദിക്കാൻ സാധ്യത. ഇത് 2-ൽ ഏതെങ്കിലും വരാനാണ് കൂടുതൽ സാധ്യത. നോൺ കോപ്പറേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കും. അതിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി പുതിയ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേക്കും, ലൈക്ക് കൂടെ ചെയ്തേക്കും. ഇത് ചൗരിച്ചാൻ ചിലപ്പോൾ 2 മാർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. കിറ്റിൻ്റെ നല്ല എസ് വയ്ക്കാൻ നല്ല ചാൻസ് ആണ്. നിങ്ങൾ പഠിച്ചില്ല 30ാമത്തെ ചോദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഹിസ്റ്ററി വീഡിയോയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്യൂ. ഹിസ്റ്ററി ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫാൻറ്റസിയിൽ ചോദിക്കാൻ 4 മാർക്ക് ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അതില്ലെങ്കിൽ നല്ല ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നല്ല സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പുതിയ തലമുറയിൽ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ചോദിക്കാം. ഇത് നല്ല ടഫായ ചാപ്റ്ററാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഇത് നമ്മൾ ആദ്യത്തെ ചോദിച്ചു, ഇനി 2 ഉള്ളു. മർജൻ്റ് ആയിരിക്കും ചോദിക്കാൻ നല്ല സാധ്യത. അപ്പോൾ പഠിച്ചു വെച്ചേക്ക് 2 മാർക്കിന് ചോദിക്കാൻ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എമർജൻസി നല്ല ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്, പഠിച്ചു വെച്ചേക്കും. ഇതിൻ്റെ 3 പോയിൻ്റ് ഇമ്പാക്ട്സ് പഠിച്ചു വെച്ച എമർജൻസിയുടെ നല്ല ചാൻസ് ഉണ്ട്. ഈ 27% മണ്ടൽ കമ്മീഷന് കൊടുത്തതിനെ കുറിച്ച് 2 മാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 3 നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചേക്കും. ഇത് ചോദിക്കാൻ സാധ്യത മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഡിഫൈൻ ചെയ്യായിരിക്കും. നല്ലോണം പഠിച്ചത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഗവർണർ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ 3 വാക്കേ ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കും. അല്ലാതെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കും. ഇതൊന്നും ഞാൻ പറയുന്നത് നല്ല മസ്റ്റായിട്ട് പഠിച്ചെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. മെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് 3 1 വരാൻ സാധ്യത നല്ല ചാൻസ് ഉണ്ട്, ഒന്ന് പഠിച്ചേക്കും. പിന്നെ ഇതും ചിലപ്പോൾ ചോദിക്കാം. 3 മാർക്ക് ചിലപ്പോൾ ചോദിക്കും. ഇത് ചലഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്യാൻ. ഈ ചലഞ്ചേഴ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ എക്സാമിന് കണ്ടിരിക്കും, ഒന്ന് പഠിച്ചേക്കും. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതും പഠിച്ചേക്കും. ജോഗ്രഫിയിൽ ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്റർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു.